കളങ്കമില്ലാതെ എന്നെ തിരുസന്നിധേ വിളങ്ങുവാനേശു കഷ്ടം സഹിച്ചെനിക്കായി. തളർന്ന മേൽക്കാൽ കരങ്ങൾ തുളച്ച മാർവും നിറഞ്ഞ കണ്ണീരുമാർദ്ര ഹൃദയവുമായി എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായ സുഖം വിട്ടാൽ മതി. പരൻ ശില്പിയായി പണിഞ്ഞ നഗരമതിൽ പരനോടു കൂടെ വാഴാൻ പോയാൽ മതി. നിറഞ്ഞ പ്രത്യാശയാൽ ഞാൻ ദിനമൊക്കെയും പറഞ്ഞ വാക്കോർത്തു മാത്രം പാർത്തിടുന്നു. നിർത്തണമേ വിശുദ്ധ ആത്മാവിനാൽ പറന്നേറിവാനിലെത്തി വസിച്ചാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായ സുഖം വിട്ടാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായ സുഖം വിട്ടാൽ മതി. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കരുണയുള്ള നാഥാ സ്വർഗ്ഗ പിതാവേ, അതിമനോഹരമായ സന്ധ്യയ്ക്കായിട്ട് അടിയനങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ പ്രഭാതം മുഴുവൻ അത്ഭുതം അതിശയമായി ഞങ്ങളെ കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച വൻ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അവിടുത്തെ സ്നേഹത്തിനായി, കരുതലിനായി, വിശ്വസ്തതയ്ക്കായി നന്ദിയോടെ സ്തോത്രം അപ്പാ, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഇത്രമാത്രം നന്മകളും സ്നേഹവും അനുഭവിപ്പാൻ ഞങ്ങളൊന്നുമില്ല, ഏതുമില്ലെന്ന് സമ്മതിക്കുന്നു കർത്താവേ. അവിടുത്തെ വലിയേറി കരുതലും സൂക്ഷിപ്പും ഓർത്ത് നന്ദി പറയട്ടെ, സ്തോത്രം ചെയ്യട്ടപ്പാ. ഇന്നല്ല സന്ധ്യയെങ്കിൽ നന്ദിയുള്ള ഹൃദയം തരണമേപ്പാ. സ്തോത്രമെന്ന യാഗമർപ്പിപ്പാൻ ഇടയാക്കണമേ കർത്താവേ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ സമർപ്പിക്കട്ടെ. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്നവരെ മക്കളെയും ഏൽപ്പിക്കട്ടെ. ഞങ്ങളെവിടെയായിരുന്നാലും ഞങ്ങളെ സ്നേഹിക്കുന്നൊരു ദൈവം, കരുതുന്നൊരു ദൈവം, ജീവനും ഭക്തിക്കും വേണ്ടുന്നത് പോഷിപ്പിക്കുന്ന ഒരു നല്ല ദൈവം ഞങ്ങൾക്കുള്ളതോർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യയാമത്തിൽ അപ്പാ പിതാവേ എന്ന് ഞങ്ങൾക്ക് നോക്കി വിളിപ്പാൻ തക്കണം കൃപയാൽ തന്ന അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഈ നല്ല സന്ധ്യയെങ്കിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ ചേർന്ന് കടന്നു വരുന്നപ്പാ. അവിടുന്ന് പ്രാർത്ഥിപ്പാൻ കൃപ തന്നല്ലോ, അവിടുത്തെ പാദപീഠം ഇരുത്തിയല്ലോ അപ്പാ. ഈ രാത്രി കാലം ഞങ്ങളെ സൂക്ഷിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശരീരാത്മദേഹികളൊക്കെ ബലപ്പെട്ടിട്ട് ഞങ്ങളുടെ ക്ഷീണങ്ങളും ഭാരങ്ങളും രോഗങ്ങളും മാറട്ടെ. സ്വർഗത്തിലെ കാഴ്ച കണ്ട് കിടന്നുറങ്ങാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. അത്ഭുതവും അതിശയമായി ഞങ്ങളെ ഉണർത്തുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, രാത്രിയിലെ ഭയത്തെയും പകൽപ്പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ലെന്ന വചനത്താൽ ഈ രാത്രി കാലം ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും ഞങ്ങളുടെ ദൂരസ്ഥരെയും സമീപസ്ഥരെയും ഒന്നുപോലെ അനുഗ്രഹിക്കേണ്ടതിനായി ഏൽപ്പിച്ചു തരുന്ന കർത്താവേ. ഞങ്ങൾക്ക് ഹല്ലേലൂയ നിർഭയം വസിപ്പാൻ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഗബ്രിയേൽ മിഖാൽ ദൂതഗണങ്ങൾ ഊരിപ്പിടിച്ച വാളുകളുമായി ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റും കാവൽ നിർത്തണമേ നടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹാലലി കാൽവരി കുരിശിലെ രക്തം ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റും മുദ്രയിടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കട്ടിളക്കാൽമേലും കുറുപടി മേലും ഞങ്ങളുടെ നെറ്റിമേലും എൻ്റെ കർത്താവ് ഞങ്ങളുടെ ഗേറ്റിന്മേൽ മതിലിന്മേൽ എൻ്റെ യേശുവിൻ്റെ രക്തം മുദ്രയിട്ട് പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നപ്പാ. രക്തത്തിൻ്റെ മുദ്ര കാണുമ്പോൾ ശത്രുവായ നല്ലതിയോടുവെന്ന് വചനമാകത്താവേ. സമൂഹാരം കടന്നു വരാതെ ഞങ്ങളുടെ കോട്ടകളെ കാത്തുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാ. എൻ്റെ കർത്താവ് ഇന്നുവരെ ഞങ്ങളെ അത്ഭുതം അതിശയമായി സൂക്ഷിച്ച് പരിപാലിച്ച ദൈവമാ. എല്ലാറ്റിനും നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. വീണ്ടും ഈ സന്ധ്യയിൽ കർത്താവ് ഞങ്ങളുടെ രോഗികളെ സമർപ്പിക്കുകയാ. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും കിടക്കയിലായിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ. അതിവേദനയിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട് കർത്താവേ. കൈകാൽക്ക് ചലനമില്ലാത്തവരുണ്ട് കർത്താവേ. കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവരുണ്ടപ്പാ. മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവരുണ്ടപ്പാ. പലവിധ രോഗാവസ്ഥകളിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് കർത്താവേ. എൻ്റെ അപ്പൻ്റെ ബലമുള്ള കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാഥ, അവിടുന്ന് സഹായിക്കണം, അവിടുന്ന് അനുഗ്രഹിക്കണം, അവിടുത്തെ കൃപയിൽ ഞങ്ങളെ പൊതിയണം. എൻ്റെ കർത്താവേ, അവിടുത്തെ സ്നേഹവും സാന്നിധ്യവും വിടുതലും അനുഭവിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഉറങ്ങുവാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനോട് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും ഞങ്ങളെ നടത്തണം. സർവ്വമഹത്വം അവിടുന്ന് എടുക്കണം. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.